ഫ്രീ ആയിട്ട് ഒരു 3 ദിവസം ബാലിയിൽ പോയി താമസിക്കാനുള്ള ഒരു പ്രത്യേക ഓഫറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഗുണ്ടൽപേട്ടിലെ ചെണ്ടുമല്ലിയുടെയും സൂര്യകാന്തിയുടെയൊക്കെ വീഡിയോ കണ്ട് വീണ്ടും വയനാട് എത്തിയെങ്കിലും മഴ നമ്മളെ ചതിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ അവിടെ നേരെ കോഴിക്കോട്ടെ വിശേഷങ്ങൾ തേടി നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ എന്തായാലും ഇനി 2-3 വീഡിയോയിൽ നമ്മൾ കോഴിക്കോട്ട് വരായിരിക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു 3 ദിവസം ബാലിയിൽ പോയി താമസിക്കാനുള്ള ഒരു പ്രത്യേക ഓഫറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് വേറൊന്നുമല്ല, അത് ഞാൻ പറയാം. എൻ്റെ ഈ കയ്യിരിക്കുന്ന അതാണ് നിങ്ങളുടെ ബാലി. അപ്പോൾ അതെന്താണ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇനി നല്ല 2-3 വീഡിയോകളിൽ നമുക്ക് എന്തായാലും കോഴിക്കോട്ടെ കുറേ വിശേഷങ്ങളായിരിക്കും വ്യത്യസ്തമായിട്ടുള്ള. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ ഫുള്ള് കണ്ടു നോക്കുക. മൈ നെയിം ഈസ് ഹരിദേവ്. യു ആർ വാച്ചിങ് signonhd. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലെ ഡീറ്റെയിൽസിലേക്ക് വരാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കോഴിക്കോട്ടുള്ള റെഡ് ക്രോസ് റോഡിലുള്ള പ്രീമിയം പെർഫ്യൂം ബാറിലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേരളത്തിൽ തന്നെ ആദ്യത്തെയാണ്, മറ്റെങ്ങും കേരളത്തിലില്ല. ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ബാലിയിലൊരു 3 നൈറ്റ് സ്റ്റേ ചെയ്യുന്ന ഒരു പരിപാടിയും കൂടെ നിങ്ങൾക്ക് കിട്ടും ഇവിടെ വന്നാൽ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വരാം. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ചോദിക്കാം. ഹായ്, എന്താ പേര്? ലക്ഷ്മി. അപ്പം ലക്ഷ്മി എടുത്ത് നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് നമുക്ക്. ലക്ഷ്മി, എന്തൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്തൊക്കെയാണുള്ളത്? ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് 100 പെർഫ്യൂംസ് ആണ് വരുന്നത്. 5 കാറ്റഗറിയിലായിട്ട് 100 പെർഫ്യൂംസ് വരുന്നുണ്ട്. നമുക്ക് ഫ്രഷ്, ഓറിയന്റൽ, വുഡി, ഫ്ലോറൽ, ഫ്രൂട്ടി, അങ്ങനെ 5 കാറ്റഗറീസ് ആണ് ഉള്ളത്. ഇവിടെ നിലവിൽ ഇരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 100 വെറൈറ്റീസ് ഉണ്ടല്ലേ? നിൽപ്പുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഏകദേശം ഇതുണ്ട്. ഈ 2 സൈഡിലായിട്ട് നമുക്ക് ഒരു 100ഓളം വരുന്ന 100 തന്നെയുണ്ട്. 100ഓളം വെറൈറ്റീസ് ഓഫ് ഉള്ള പെർഫ്യൂംസാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ ഇതൊക്കെ എവിടെ നിന്നായി ശരിക്കും ഇത് നിങ്ങൾ എടുക്കുന്ന സാധനം? നമുക്ക് ഓയിൽസ് ഒക്കെ നമുക്ക് ഇമ്പോർട്ടഡ് ഐറ്റംസ് ആണ്. നമുക്ക് ഫ്രാൻസ്, സ്വിറ്റ്സർലാൻഡ് അവിടെ നിന്ന് ഇമ്പോർട്ടഡ് ചെയ്യുന്നത്. ഓക്കെ, ഫ്രാൻസിൽ നിന്നും സ്വിറ്റ്സർലാൻഡിൽ നിന്നും കൊണ്ടുവരുന്ന സാധനങ്ങളാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഓരോന്നിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞു തന്നെ എനിക്ക്. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് തന്നെ ഇതാണ് നമ്മുടെ ബാക്കിൽ മാസ്ക് ഇട്ടുള്ളത്. എന്തോ പേരെന്തോ? ആവണി നിൽപ്പുണ്ട്. ഇവർ 2 പേരുമാണ് നമുക്ക് ബാലിയിലേക്ക് പോകാനുള്ള നമ്മുടെ ഭാഗ്യം കടാക്ഷിക്കുന്നത്. നമുക്ക് എന്തായാലും ഇവിടെ റിക്വസ്റ്റ് ചെയ്യാം, നമ്മുടെ പ്രേക്ഷകർക്ക് തന്നെ കൊടുക്കണം, റിക്വസ്റ്റ് ചെയ്യാം. പക്ഷേ എന്തായാലും അവിടെ ഒരു ബോക്സ് ഇരിപ്പുണ്ട്. ലക്കി എന്ന് പറഞ്ഞിട്ട് ബൈ ടു ഫ്ലൈ എന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു നമ്മുടെ ട്രിപ്പിൻ്റെ ഒരു പേരായിട്ട് ഇട്ടിരിക്കുന്നത്. ബാലിയിലേക്കുള്ള ഉണ്ട് അസെൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ബൈ 100 ml പെർഫ്യൂം ആൻഡ് ഗെറ്റ് എ ചാൻസ് ടു ഫ്ലൈ ടു ബാലി. അപ്പം ഇതെന്ന് പറയുന്നത് നമുക്ക് ഒരു 100 മില്ലി നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ മാത്രമേ നമ്മൾ വരുന്നു. നവംബറിലല്ലേ ഉള്ളത്? നവംബർ മാസത്തിൽ നമ്മുടെ വീഡിയോ കാണുന്ന പ്രേക്ഷകർ ഒരാൾ ഉറപ്പായിട്ടും ബാലിക്ക് പോയിരിക്കും. അത് എന്തായാലും ഉറപ്പാണ്, നിങ്ങൾ വന്ന് വാങ്ങിച്ചോളൂ. അപ്പോൾ അത് കോഴിക്കോട്ടാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല, നഷ്ടമല്ലോ, ബാലിക്കുമല്ലോ. നിങ്ങൾ സ്മെൽ ചെയ്യുന്ന ബ്ലോട്ടർ കാർഡാണ്. ഇതിൽ നമ്മൾ 2 നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ടാകും. നമ്മൾ എല്ലാ സൺഡേയിലും നമ്മളത് ലോട്ട് എടുക്കുകയും ചെയ്യും. അപ്പോൾ അതിന് കിട്ടുന്ന വിന്നർക്ക് നമുക്ക് ഇവിടുന്ന് 50 ml ഫ്രേഗ്രൻസ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും. ഓക്കെ, 50 ml കൊടുക്കും എല്ലാ സൺഡേയിലും ഉണ്ട്. ഓക്കെ, ഇത് കേട്ടോ. അത് കൊള്ളാം കേട്ടോ. അപ്പോൾ ഇതുവഴിയൊക്കെ പോകുന്നവർക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. അതുകൂടാതെ ഇവിടുന്ന് ഇപ്പോൾ പറഞ്ഞത് പോലെ തന്നെ എല്ലാ ഞായറാഴ്ചയും ഇവിടെ ഒരു ലക്കി ഡ്രോൺ ഉണ്ട്. അവിടുന്ന് അവരെടുക്കുന്ന ഏതാണോ സെയിം തന്നെ ഒരു 50 മില്ലി നിങ്ങൾക്ക് വീണ്ടും ഫ്രീ ആയിട്ട് തരും. അപ്പോൾ നമ്മൾ കൊല്ലത്തു നിന്നൊക്കെ ഉള്ള നിങ്ങളത് ഈ കൊറിയർ ചെയ്ത് തരുമോ? കൊറിയർ ചെയ്ത് തരും. ഓക്കെ, ഉറപ്പാണല്ലേ? അപ്പോൾ അതവർ കൊറിയർ ചെയ്യും. ചിലപ്പോൾ കൊറിയർ ചാർജ് കൊടുക്കേണ്ടി വരും, എനിക്ക് അറിഞ്ഞൂടാ, ഒരുപാട് ദൂരെയൊക്കെ ആണെങ്കിൽ. അല്ലെങ്കിൽ എന്നാലും കുഴപ്പമില്ല. എന്തായാലും നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട് ആർക്കെങ്കിലും കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഫ്രീ ആയിട്ട് കൊറിയർ കൊടുത്തോളൂ. അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സ് ഇവിടെ വന്നിട്ട് വാങ്ങിയിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ നമ്പർ, കോൺടാക്ട് നമ്പർ മേടിച്ചു കൊടുക്കുക. നിങ്ങൾ ഇൻഫോം ചെയ്യത്തില്ലേ? നമ്പർ എഴുതാനുള്ള ഉണ്ടല്ലോ ഇതല്ലേ? ഇതിൽ നമ്പർ എഴുതണമല്ലേ? അപ്പോൾ ഇതിനകത്ത് നിങ്ങളെ അവർ കോൺടാക്ട് ചെയ്ത് ആർക്കാണോ അത് കിട്ടുന്നത് അവർക്ക് സമയം. പിന്നെ വേറെ ഇതാണ് ഒരു കാറ്റലോഗ് ഉണ്ട്. കാറ്റലോഗിനകത്ത് ഒരുപാട് വെറൈറ്റി ഉണ്ടോ. ഇതെല്ലാം ഇവിടെ അവൈലബിൾ അല്ലേ? അല്ലേ? ഉണ്ട്. നമ്മൾ ഇത് 1 തുടങ്ങി ഏകദേശം 100 ഉണ്ടോ? 100 എണ്ണം ഉണ്ടേ. 100 എണ്ണത്തിൻ്റെ പേര്, അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്തുണ്ട്. ഇത് കോംബോ ഓഫർ ഉണ്ടോ? പറയണ്ടേ കോംബോ ഓഫർ ഉണ്ടോ? എന്താ ഇത്? 3 30 ml എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1500.
രണ്ട് 50 ml എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1750, രണ്ട് 100 എടുക്കുകയാണെന്ന് 2850. അപ്പോൾ രണ്ട് 100 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ടിക്കറ്റ് കിട്ടും. ഐ മീൻ 2 ലോട്ട്. അപ്പൊ ഓരോന്നിനാണ് ഓരോ ടിക്കറ്റ്. ഒരു 100 വാങ്ങിയാൽ 1 ലോട്ട് കിട്ടും. ബാലിക്കുള്ള 2 വാങ്ങി 2 കിട്ടും. 2 ബാലിക്കുള്ള അല്ല, അതിലിടാനുള്ള. അതന്നെ 2 കിട്ടത്തില്ലേ? 2 പേർക്ക് പോകാൻ പറ്റത്തില്ല, 2 ടിക്കറ്റ് കിട്ടുമല്ലോ. അപ്പൊ നമ്മളത് അപ്പൊ 100 ml വാങ്ങുന്നതിന് ഓരോന്നിനും ഓരോ ടിക്കറ്റാണ്. അപ്പൊ ഞാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഇപ്പൊ നമ്മളെ അതിന് മുമ്പ് ഇതുണ്ട്, ഇതൊരു ഓഫറാണ്, കോംബോ ഓഫറാണ് വരുന്നത്. ഈ 30 മില്ലിയുടെ വരുമ്പോൾ ഒരു 1500 രൂപയ്ക്ക് 1797 രൂപ വരുന്നത് 1500 രൂപയ്ക്ക് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ 50 ml 2 ഉണ്ട്, അത് 1998 രൂപയ്ക്ക്, 2000 രൂപയ്ക്കുള്ള നമുക്ക് 1750 രൂപയ്ക്ക് കിട്ടും. 3198 രൂപയ്ക്കുള്ള 100 ml 2 എടുക്കാമെങ്കിൽ 2850 രൂപ കിട്ടും. പിന്നെ അതുപോലെ തന്നെ 100 ml ഒരു എണ്ണത്തിനാണ് കേട്ടോ ഒരു ടിക്കറ്റ്. നിങ്ങളിവിടെ ഒന്ന് 100 ml 5 എടുത്ത് 5 ടിക്കറ്റ് കിട്ടൂലേ? അത് കൊള്ളാം, അത് വെറൈറ്റി ആട്ടോ, അത് കൊള്ളാം. അപ്പം നമുക്ക് ഒരു 10 എടുത്ത് ചിലപ്പോൾ വീണേനല്ലേ. അപ്പോൾ 100, അത് ഞാൻ പറയാൻ പറഞ്ഞു കേട്ടോ, അത് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം, 100 ml ഒരു പെർഫ്യൂം നമ്മൾ എടുക്കുമ്പോൾ അതിന് ഒരു ടിക്കറ്റാണ്. നമ്മൾ 200 ml എടുക്കുന്നതെങ്കിൽ 2 കിട്ടും. അതുപോലെ നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി കൂടുന്നു അതിനെല്ലാം ഓരോരോ ടിക്കറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു 5000 രൂപയ്ക്കൊക്കെ വന്ന് ഒരു 10000 രൂപയ്ക്ക് ഒന്ന് പെർഫ്യൂം മേടിച്ചിട്ടുണ്ടെങ്കിൽ നഷ്ടമൊന്നുമില്ല ഒരുമിച്ചായിട്ടല്ലേ? 1 ലക്ഷം രൂപ പാക്കേജ് കിട്ടില്ല. ഒരു 10000 രൂപ ചിലവൊക്കെ പെർഫ്യൂം നമുക്ക് എന്തായാലും വേണം. അപ്പോൾ ഒരു കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലൊന്ന് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ടിക്കറ്റ് കിട്ടുമല്ലേ. ഇപ്പോൾ തന്നെ നമ്മൾ 1500 ഒരു 10 മേടിക്കും അല്ലേ. 10 മേടിച്ച് കഴിഞ്ഞാൽ എത്ര രൂപ എന്നാൽ ചോദിക്കും, 10 ടിക്കറ്റ് കിട്ടും. 10 അല്ലേ, 1500 10 മേടിക്കും, 10 ടിക്കറ്റ് കിട്ടും. അപ്പോൾ ഒരു 15000 രൂപയ്ക്ക് നമുക്ക് 10 ടിക്കറ്റ് കിട്ടും. അപ്പോൾ എന്തായാലും നമുക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ 4-5 മേടിച്ച് വെച്ചേക്കാം. അടുത്ത മാസം, അതിനടുത്ത മാസം ചിലപ്പോൾ ബർത്ത്ഡേയോ എന്തെങ്കിലും ഫംഗ്ഷനോ ഗിഫ്റ്റൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നേരത്തെ മേടിച്ച് വെച്ചാൽ ബാലിക്കുള്ളൊരു സാധ്യതയും കൂടാണ്. അതും കൂടെ നിങ്ങൾ ഓർത്തോ കേട്ടോ. നവംബറിലാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. നവംബർ ഡേറ്റ് ലാസ്റ്റ് വീക്ക്, നവംബർ ലാസ്റ്റ് വീക്കിലായിരിക്കും വരുന്നത്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് വേറെ എന്തെങ്കിലും പറയണ്ടോ? ഗിഫ്റ്റുകൾ ഇത്രയല്ലേ ഉള്ളൂ. അപ്പം ഒത്തിരി 2-3 ഗിഫ്റ്റുകൾ നിങ്ങൾക്ക് കിട്ടും. വളരെ സാധ്യതയുള്ള സാധനം കേട്ടോ. ഇത് എനിക്ക് അറിയത്തില്ല ആദ്യം പറഞ്ഞപ്പോൾ ഓരോന്നിനുള്ളത്. അപ്പോൾ വേറെ ഒന്നുമില്ല, ഇത്രയല്ലേ ഉള്ളൂ. ഓക്കെ, ഇത് ഇവിടെ തന്നെ ഓണായിട്ട് തരുന്ന പ്രോഡക്ട്സുകളായതുകൊണ്ട് ഇവർ ഈ ഓരോ പെർഫ്യൂമിന് ഇവർ ഓരോ പേര് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ അസെൻസ് എന്ന് എഴുതിയ ശേഷം ഇതിനകത്ത് അവരൊരു ഇത് കൊടുക്കും. അപ്പോൾ ഇത് ശരിക്കും നമുക്ക് വരുമ്പോൾ ഇത് അവർ നിങ്ങളിത് ശരി വെച്ചല്ലേ തരുന്നത് കൊടുക്കുമ്പോൾ ഓരോന്നിൻ്റെ പേര് ഇത് കൃത്യമായിട്ട് നോട്ട് ചെയ്യും. അപ്പോൾ ഇത് പോവാതെ നിങ്ങൾ ഇവിടെ കൊടുക്കുന്ന സെയിം തന്നെ നിങ്ങൾക്ക് വീണ്ടും റീഫില്ല് കിട്ടും. അങ്ങനൊരു പ്രത്യേകത കൂടി ഇവിടെ ഉണ്ട്. അപ്പം ആ കാര്യത്തിൽ നിങ്ങൾക്ക് പേടിക്കേണ്ട, മറന്നു പോയതൊന്നും നിങ്ങൾക്ക് ഏതാ പേടിച്ചത് ഓർമ്മയൊന്നും ഇല്ലെങ്കിലും ഈ അടപ്പ് കൃത്യമായി സൂക്ഷിച്ച് വെച്ചിട്ടാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ 1-2 എണ്ണം ഇതെങ്ങനെ ഇതിൻ്റെ പരിപാടികളൊക്കെ നമുക്ക് നോക്കാം. ഒരിക്കലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരുമോ? ടെസ്റ്റർ ഇത് ഹവായി അല്ലേ? സ്വീറ്റ് ആയിട്ടുള്ള കൊള്ളാം. അപ്പോൾ ഇതിനകത്ത് ഡയറക്റ്റ് നമ്മൾ ശരിക്കും നിങ്ങൾ ഈ ഒഴിഞ്ഞ കുപ്പിയിലേക്ക് ഫില്ല് ചെയ്ത് നമ്മുടെ മുമ്പിൽ വെച്ച് ചെയ്യുന്നല്ലേ? നമ്മുടെ കൺമുമ്പിൽ വെച്ച് തന്നെ കേട്ടോ ഇത് ഫില്ല് ചെയ്യുന്നത്. ഇവരകത്ത് കൊണ്ടുപോയിട്ടൊന്നുമല്ല. ഇതിനകത്ത് നമ്മൾ സെലക്ട് ചെയ്യുക. ഇതുപോലെ അവർ ഇപ്പോൾ കാണിച്ച പോലെ ഇതിൽ ഏത് വേണമെങ്കിലും അവർ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് തരും. അത് നമുക്ക് ആ പെർഫ്യൂം അത് നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ അപ്പോൾ തന്നെ അതിൽ നിന്ന് തന്നെ നമുക്ക് ഫില്ല് ചെയ്ത് തരും. പിന്നെ ഇവിടെ കുറേ വേറെ വെറൈറ്റീസൊക്കെ. ഇതെന്താ സംഭവം ഇങ്ങനെ വെച്ചാൽ? അത് പ്രിന്റിംഗ് ആണ്. നമുക്ക് പ്രിന്റിംഗ് എന്നുള്ള ഒരു ഓപ്ഷനും കൂടി ഇവിടെ അവൈലബിൾ ആണ്. ഗിഫ്റ്റ് കൊടുക്കാനായിട്ടൊക്കെ പ്രിന്റ് ചെയ്തരല്ലേ? അപ്പോൾ അത് കൊള്ളാം കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പെർഫ്യൂം ഗിഫ്റ്റ് കൊടുക്കണമെങ്കിലേ ഇതാണ്ട് ഇതേപോലെ പ്രിന്റ് ചെയ്ത് തരും കേട്ടോ. പേര് നമ്മൾ പറയുന്ന ബർത്ത്ഡേക്കോ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ സുഹൃത്തുക്കൾക്കോ ലവർക്കോ അച്ഛനോ അമ്മയ്ക്കോ ആർക്ക് വേണമെങ്കിലും അവർ നമ്മൾ പറയുന്ന പോലെ എഴുതിത്തില്ല. നമ്മൾ പറയുന്നത് ഇതിനകത്ത് നിൽക്കുന്ന വേണം കേട്ടോ. എസ് ഒന്നും എഴുതി കൊണ്ടുവരരുത്. ഇതിനകത്ത് നിൽക്കുന്ന സാധനം കൊണ്ടുവന്ന് അവർ എഴുതി തരും. അതുപോലെ തന്നെ ഇതെന്തോ എൻഗ്രേവിംഗ് അല്ലേ? ഇത് കൈ കൊണ്ട് തന്നെ ചെയ്യുന്നതല്ലേ? ഇത് കൈ കൊണ്ട് തന്നെ ചെയ്യുന്ന കേട്ടോ. ഈ എഴുത്തൊക്കെ കണ്ടോ? ഇത് കൈ കൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ എഴുതി തരും. അപ്പോൾ അത് കൊള്ളാം, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം നമുക്ക് ഇനി എന്തൊക്കെയാണ് ഉള്ളത് പറയാൻ? ഫില്ല് ചെയ്യണം അല്ലേ? ഒന്ന് ഒരെണ്ണം ഫില്ല് ചെയ്ത് കാണിക്കാമോ? അപ്പോൾ നമ്മളിത് എങ്ങനെ ഫില്ല് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഈ അവിടെ അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പ്ലെയിൻ ബോട്ടിൽ കാണിച്ചേ.
ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വെച്ചേക്കുന്ന ബോട്ടിൽ പ്ലെയിൻ ബോട്ടിൽ എന്ന് പറയും. ഇപ്പോൾ ഇതിനകത്ത് വേറെ ഒന്നുമില്ല കേട്ടോ, അസെൻസ് ഒന്ന് മാത്രമേ ഉള്ളൂ ഇതിനകത്തുള്ളൂ. ഇത് 50 ml ഉണ്ട്, 100 ml ഉണ്ട്. അപ്പോൾ നമുക്ക് ബാലിയിലേക്ക് പോകണമെങ്കിൽ നമ്മൾ 100 ml വാങ്ങണം അല്ലേ? അപ്പോൾ 100 ml എത്ര റേറ്റ് വരുന്നത്? 1599 വരും. 1599 1599 രൂപയ്ക്ക് നിങ്ങൾക്ക് ബാലി പോവാം കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ എടുത്ത് ഇവരെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ലൊക്കേഷനെല്ലാം കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇവിടെ പേരെഴുതും അല്ലേ? ഇതാണ് നമ്മൾ നേരത്തെ കാണിച്ചില്ല, നമ്മൾ നേരത്തെ ആ പേരെഴുതുന്നത് കാണിച്ചു. ഇതാ പ്ലെയിൻ ആയിട്ടുള്ള ഒരു സ്പേസാണ്. അപ്പോൾ ഇവിടെ അവർ എഴുതി തരും. ഇത് ആ ബോട്ടിലിൽ മാത്രമേ അങ്ങനെ എഴുതാൻ പറ്റുമോ കൈ കൊണ്ട്? വൈറ്റ് ഇതിനകത്ത് പറ്റത്തില്ല. അപ്പോൾ ഇതിനകത്ത് പ്രിൻ്റ് ചെയ്യും. ഈ മെറ്റീരിയലിനകത്ത് അവർ നമ്മൾ നേരത്തെ കണ്ടത് വേറെ, ഇത് വേറെ എണ്ണോ ഉണ്ടോ? ഇത് വേറെ എണ്ണോ? അപ്പോൾ ഇതിനകത്ത് അവർ കൈ കൊണ്ട് എഴുതി തരും. ഈ മെറ്റീരിയൽ രണ്ട് ടൈപ്പ് മെറ്റീരിയലാണ്. അപ്പോൾ അത് ഏത് വേണമെന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കേണ്ടതെന്ന് നോക്കുക. അപ്പോൾ ഇതിനകത്താണ് നമ്മളിപ്പം ഫില്ല് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇതിനകത്ത് നമുക്കൊന്ന് ഫില്ല് ഫില്ല് ചെയ്തു. ഞാൻ അടുത്തുണ്ടോ ഫില്ല് ചെയ്തു? ആ കണ്ടോ? ഓക്കെ താത്തു ചെയ്യേണ്ടത് നമുക്ക് ഫില്ല് ചെയ്ത് തന്നു കേട്ടോ. ഇങ്ങനെയാണിത് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെയാണ് ഇത് ഫില്ല് ചെയ്യുന്നത്. എല്ലാ അതിൽ നിന്ന് ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഫില്ല് ചെയ്യുന്നത്. അതിപ്പോൾ അത് കാണിച്ചു തന്നു. അപ്പോൾ ഒരു വേറെ മിക്സിങ്ങോ കാര്യങ്ങളൊന്നും ഇവിടെ ചെയ്യുന്നില്ല. ഇത് ഡയറക്റ്റ് തന്നെ നമുക്കിത് ഫില്ല് ചെയ്ത് തരുവാണ്. ഇനി ഇതെന്താ ഇതിൻ്റെ അടുത്തവരുടെ എന്തത് ഇത് അടയ്ക്കണം അല്ലേ? അതുകൊണ്ടോ അടച്ചു. ഇതിന് ശേഷം പിന്നെ അടുത്തത് ഇത് എല്ലാം പീസാണ് കേട്ടോ. ഒന്ന് ഒക്കെയോ കണ്ടോ? അത് വെച്ചോളൂ. അടച്ചു ഇട്ടു. ഓക്കെ യെസ്, സംഭവം പണി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇത് കൊള്ളാൻ പരിപാടിയില്ലേ? അപ്പോൾ ഇത് പഴയതൊക്കെ നമുക്ക് വലിയ ബ്രാൻഡിൻ്റെ കുപ്പിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടേ നമുക്ക് വേണമെങ്കിൽ നൈസായിട്ട് ഇങ്ങനെ ചെയ്ത് തരില്ലേ? ഞങ്ങൾ കുപ്പി കൊണ്ട് നിങ്ങൾ ചെയ്തു തരുമോ? കാറിലൊക്കെ ഇവിടെ നിന്ന് കുപ്പിയിൽ ചെയ്ത് തരത്തുള്ളൂ. അങ്ങനെ. അപ്പോൾ കാറിലൊക്കെ വെക്കാൻ വേണ്ടിയുള്ള അതുണ്ടോ? അതില്ല, നമുക്കിപ്പോൾ ഇവിടെ പെർഫ്യൂംസ് മാത്രമേ അവൈലബിൾ. ഇനി ഭാവിയിൽ വരും. അപ്പോൾ നമുക്ക് കാറിനകത്തുള്ളതും ഭാവിയിൽ വരും ഇവിടത്തേക്ക്. അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് ഇതിൻ്റെ ഫിറ്റിങ്സൊക്കെ നിങ്ങൾ കണ്ടു, നേരിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. എങ്ങനെ അത് ഫില്ല് ചെയ്യുന്നത് സെറ്റ് ചെയ്യുന്നത് കാണിച്ചു തന്നു. അപ്പോൾ ഇനി പിന്നെ വേറെ ഇതിപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര മാസമായി നമ്മൾ തുടങ്ങിയിട്ട്? 3 മാസമായി. ഓക്കെ. അപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ കോഴിക്കോട് ബീച്ചിനോട് അടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അസെൻസ് നിങ്ങൾ ചോദിച്ചാൽ മതി. റെഡ്ക്രോസ് റോഡ് അല്ലേ? റെഡ്ക്രോസ് റോഡിനോട് തന്നെയാണ് അസെൻസ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ നിന്ന് കാണിച്ച റോഡിന് സൈഡ് തന്നെ. പിന്നെ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ആൽത്താസ് അല്ലേ? അപ്പോൾ അൽത്താസിൻ്റെ തൊട്ടടുത്ത് തന്നെ. പെട്ടെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ അത് ചോദിച്ചാൽ മതി. കോഴിക്കോട് സ്റ്റാൻഡിൽ നിന്നും മെട്രോ ഇവിടെ മെട്രോ അല്ലേ? എറണാകുളം അല്ലേ? ഞാനിത് എറണാകുളം വിചാരിച്ചു പോയി. അപ്പോൾ ഇവിടെ നിയറായിട്ട് വരുന്നവരൊക്കെ ഇവിടെ വരിക, ഇത് വാങ്ങുക, നല്ലോണം എൻജോയ് ചെയ്യുക. ബാലിക്കൊക്കെ പോവുക. മറക്കരുത്, ബാലി ഉണ്ട് പ്രത്യേകം. അതുകൊണ്ടാണ് ഞാനിവിടെ തിരക്കി പിടിച്ച് വന്നത്. ബാലി ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് വന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ബാലി പോവുകയാണെങ്കിൽ ആ ബാലി പോകുന്ന ആടെ കൂടെ ഞാനും കൂടെ ബാലിക്ക് വരും. എൻ്റെ പൈസ ചിലവാക്കിയിട്ട് കേട്ടോ. ഇവർ തരുന്നതല്ല കേട്ടോ, പ്രൊമോഷനൊന്നുമല്ല, ഞാൻ വരുന്ന. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലുമാണ് ബാലിക്ക് പോകണമെങ്കിൽ അവരുടെ കൂടെ ഞാനും ഉണ്ടാവും നമ്മുടെ ആ ട്രിപ്പിൽ. ഓക്കെ. അപ്പോൾ എല്ലാവരും വന്ന് കോഴിക്കോട് വരുന്ന അസെൻസി വന്നിട്ട് ഇതെല്ലാം വാങ്ങി സന്തോഷമായിട്ടിരിക്കുക. ജീവിതമൊക്കെ നല്ല സുഖമായിട്ട് ഇരിക്കുക. ബാലയിലേക്ക് പോയി അടിച്ചു പൊളിക്കുക. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. ഞാൻ കുറേ കാര്യങ്ങൾ ചോദിച്ചു, ഒന്നും മിണ്ടുന്നില്ല ആവണി. അപ്പോൾ എന്തായാലും വളരെ 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 സന്തോഷം വന്നതിൽ. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർക്ക് തന്നെ കൊടുക്കത്തില്ലയോ? ഉറപ്പല്ലേ? ഉറപ്പായിട്ട് കൊടുക്കുമല്ലോ. അപ്പോൾ തരും കേട്ടോ, കിട്ടും. അപ്പോൾ എല്ലാവരും വരിക. ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്കിനി മിഠായി തെരുവുണ്ട്, ക്യാമറ സ്കാനിൽ പോകണം. അപ്പോൾ കോട്ടയത്തെ ക്യാമറ സ്കാനിൻ്റെ ഒരു ഷോപ്പ് നമുക്ക് ഇവിടെ ഉണ്ട്. ഞാൻ പറയാൻ കാരണം നമ്മുടെ ട്രിപ്പുകളൊക്കെ സ്പോൺസർ ചെയ്യുന്നത് ക്യാമറ സ്കാനാണ്. അപ്പോൾ അതുകൊണ്ട് പഴയ ക്യാമറകൾ, പുതിയ ക്യാമറകൾ ഒക്കെ വാങ്ങുന്നതിനും സർവീസ് ചെയ്യുന്നതിനൊക്കെ കേരളത്തിൽ ഏകദേശം 29ഓളം ഷോറൂമുകളുണ്ട്. അതിലൊന്ന് കോഴിക്കോടുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ എന്തായാലും കോഴിക്കോട് ക്യാമറ സ്കാനിൽ അതിൽ വരിക, സർവീസ് ഉള്ളവർ ക്യാമറ കെയർ എന്നാണ് എൻ്റെ ഓർമ്മ. ക്യാമറ സ്കാനിൽ ഇവിടുത്തെ പേര്. ഇവിടെ മാത്രമേ ഉള്ളൂ ക്യാമറ കെയർ എന്നുള്ളത്. അപ്പോൾ എന്തായാലും എല്ലാവരും വരിക, വന്ന് കാണുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ സിഗ്നോഹ്ഡിൽ നിന്നും സൈനിങ് ഓഫ് ഹരിദേവ്.